എറണാകുളം അങ്കമാലി കറുകുറ്റി പഞ്ചായത്തിൽ പ്രസിഡന്റും ഭരണകക്ഷി മെമ്പറും തമ്മിലടിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു സാനിയും ഭരണകക്ഷി അംഗമായ ആന്റണി പാലാട്ടിയുമാണ് തമ്മിലടിച്ചത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തർക്കമാണ് കയ്യാങ്കളിയിലെത്തിയതെന്നാണ് വിവരം. ജോയ്മോൻ ജോസ് ഉണ്ട് നമ്മളോടൊപ്പം വിശദാംശങ്ങളുമായി. ജോയ്മോൻ, എന്താണ് ഈ തർക്കത്തിന് പിന്നിലുള്ള കാരണം? എന്തിനാണ് ഇവർ തമ്മിൽ കയ്യാങ്കളിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്? ഗൗതം, ഇന്നലെ വൈകിട്ട് ഈ പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിനിടെയാണ് ഒരു തർക്കമുണ്ടാവുന്നത്. ആ തർക്കം പിന്നാലെ കയ്യാങ്കളിൽ എത്തിയതോടുകൂടിയാണ് ഈ ഭരണകക്ഷികൾ, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു സാനിയും അതുപോലെ തന്നെ ഭരണകക്ഷി അംഗവുമായ പാലാട്ടിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഇന്നലെ വിളിച്ചു ചേർത്ത യോഗം, അതായത് മഴക്കാല ശുചീകരണത്തിന് ആ പ്രവർത്തികൾക്ക് മുന്നോടിയായി ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗത്തിൽ വെച്ച് ഈ ആന്റണി വളരെ ഗുരുതരമായ ആരോപണങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഉന്നയിക്കുകയുണ്ടായി. അതായത് ഈ അഴിമതിയാണ്, കടുത്ത അഴിമതിയാണ് ഈ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്നും അതായത് യാതൊരു പരിശോധനകളും അല്ലെങ്കിൽ ഒരു വാല്യുവേഷനും ഇല്ലാണ്ട് തുക അനുവദിക്കുകയും ആ തുക വഴിമാറ്റി ചെലവഴിക്കുന്നു ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഈ യോഗത്തിൽ ആന്റണി ഉന്നയിച്ചിരുന്നു. പിന്നാലെ ഇവർ തമ്മിലുള്ള ഒരു യോഗത്തിൽ വെച്ചൊരു വാക്കേറ്റം ഉണ്ടായിരുന്നു. ഈ വാക്കേറ്റം മറ്റ് അംഗങ്ങൾ ചേർന്ന് തൽക്കാലത്തേക്ക് ആശ്വസിപ്പിക്കുകയും രണ്ടുപേരും സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ യോഗം കഴിഞ്ഞ് മടങ്ങി ഇവർ രണ്ടുപേരും പുറത്തേക്ക് എറിഞ്ഞതിനു ശേഷമാണ് ഇത്തരത്തിലൊരു കയ്യാങ്കളി ഉണ്ടാകുന്നത്. അതായത് പഞ്ചായത്ത് കോംപ്ലക്സിൽ വെച്ച് ഇവർ രണ്ടുപേരും ഏറ്റുമുട്ടുകയും അതുപോലെ തന്നെ അസഭ്യം പറയുകയും ചെയ്യുകയുണ്ടായി. പ്രധാനമായും ഈ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുള്ള വൈരാഗ്യമാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നയിച്ചു വിട്ടതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഭരണകക്ഷി അംഗങ്ങളായ രണ്ടുപേർ, അതായത് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ഭരണകക്ഷിയിൽ തന്നെ ഒരു അംഗമായ മറ്റൊരാളും തമ്മിൽ ഏറ്റുമുട്ടിയതിനെതിരെ പ്രതിപക്ഷവും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് തുടർച്ചയായി അങ്കമാലിയിൽ ഈ കറുകുറ്റി പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ്. അപ്പോൾ തുടർച്ചയായി ഭരണം കിട്ടിയതോടെ പലവിധ അഴിമതി ആരോപണങ്ങളും ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അത്തരത്തിലുണ്ടായ ഒരു ആരോപണം ഭരണസമിതിയുടെ ഭാഗത്ത്, അതായത് ഒരേ കക്ഷിയുടെ ഭാഗത്തു തന്നെ ഉണ്ടായതോടുകൂടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അതിനെ എതിർക്കുകയും പിന്നാലെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുകയും കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ നയിച്ചത്. എന്തായാലും പ്രതിപക്ഷവും ഈ ഇത്തരത്തിലുണ്ടായ ഈ സംഭവത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷവും നിലവിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ഗൗതം, ജോയ്, ഒറ്റ കാര്യം കൂടി, അതായത് ഈ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ടുള്ള ആക്ഷേപങ്ങൾ വിവിധയിടങ്ങളിൽ നിന്നുണ്ട്. അപ്പോൾ ഈ മെമ്പർ ഉന്നയിച്ച പോലെ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല രജേഷ്. പക്ഷേ മുൻപും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഈ ഭരണസമിതിയുടെ മുൻപുണ്ടായ, അതായത് മഴക്കാല പൂർവിക ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ചേർന്ന യോഗത്തിലൊരു ബഹളം വെപ്പും അതുപോലെ തന്നെ യോഗം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ മുൻപും ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അത് രമ്യതയോടെ പരിഹരിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് വീണ്ടും ഇപ്പോൾ ഇന്നലെ ചേർന്ന യോഗത്തിൽ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാവുകയും ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുകയും അത് പിന്നെ കയ്യാങ്കളിലും എത്തുന്നത്. ശരി, ജോയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഭരണകക്ഷിയിലെ തന്നെ രണ്ടുപേർ തമ്മിൽ കയ്യാങ്കളിയിലേക്ക് എത്തുകയാണ്. അത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളെ തുടർന്നാണ്. അഴിമതി ആരോപണമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെട്ട വിഷയവും.